ഹലോ ഗൈസ്, ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ അനുവാദം ചോദിക്കൽ നിർത്തുക. അതായത് ഇപ്പം ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ അനുവാദം ചോദിക്കായിരുന്നു. കടയിൽ പോയിക്കോട്ടെ, അവിടെ പോയിക്കോട്ടെ, ക്ലിപ്പ് വാങ്ങിച്ചോട്ടെ, പേന വാങ്ങിച്ചോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്നോട് ഒരാൾ നോ പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഞാനത് വാങ്ങില്ല. പക്ഷേ എനിക്ക് ആ ഒരു ക്ലിപ്പ് അല്ലെങ്കിൽ ആ ഒരു പേന ആ ഒരു മൊമെൻറ്റിൽ എനിക്ക് വേണ്ടതായിരിക്കും, എനിക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഞാൻ അതും കൂടി മറന്ന് എന്നോട് നോ പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു കാര്യത്തിനനുസരിച്ച് ഞാൻ പിന്നെ അത് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോകുമായിരുന്നു. അപ്പോൾ ഞാൻ തന്നെ റിയലൈസ് ചെയ്തു, ഞാനിങ്ങനെ അഡ്ജസ്റ്റഡ് ആയിട്ട് പോയിട്ട് എന്താ കാര്യം, എനിക്ക് ആ ഒരു 10 രൂപയുടെ കാര്യമല്ലേ വേണ്ടതായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനത് വാങ്ങുന്നതിൽ എന്താ തെറ്റുള്ളത്? അപ്പോൾ ഞാൻ പിന്നെ തീരുമാനിച്ചു, ഇനി ചെറിയ ചെറിയ കാര്യങ്ങൾ അനുവാദം ചോദിക്കൽ നിർത്താം. കാരണം എൻ്റെ ആ ചെറിയ കാര്യം എനിക്ക് വലുതാണ്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ സന്തോഷം എനിക്ക് വലുതായതുപോലെ എൻ്റെ ചെറിയ കാര്യങ്ങൾ എനിക്ക് മാത്രം വലുതുള്ളൂ, മറ്റുള്ളവർക്ക് അത് വലുതല്ല. അപ്പം ഞാനത് മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അവർക്കത് ഓക്കെ ആയിരിക്കും. പക്ഷെ ഞാനിങ്ങനെ അഡ്ജസ്റ്റഡായി സന്തോഷമില്ലാണ്ട് ആ ഒരു ക്ലിപ്പ് യൂസ് ചെയ്യാണ്ട് പഴയതൊക്കെ തന്നെ ഉപയോഗിച്ച് അഡ്ജസ്റ്റ് ആയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഈ ഒരു റിയലൈസേഷനിലൂടെ ഞാൻ ആ ഒരു കാര്യം നിർത്തി. എനിക്ക് വേണ്ടത് എന്താണോ ആ ചെറിയ കാര്യത്തിൽ അനുവാദം ചോദിക്കാതെ അത് ചെയ്യാൻ, ഇൻഡിപെൻഡൻ്റായിട്ട് സ്വയം ചെയ്യാനായിട്ട് ഞാൻ തീരുമാനിച്ചു. അപ്പോൾ എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ആവശ്യമാണോ, ആവശ്യവും അനാവശ്യവും തിരിച്ചറിഞ്ഞിട്ട് നിങ്ങൾക്കത് ആവശ്യമാണെന്ന് നിങ്ങളുടെ മനസ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ അതിനുള്ള കാശുണ്ട്, ചെറിയൊരു തുക മതിയെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും നിങ്ങളത് ചെയ്യണം കേട്ടോ. ചെറിയ കാര്യങ്ങളിൽ അനുവാദം ചോദിച്ച് നമ്മുടെ ടൈം നമ്മൾ വേസ്റ്റ് ചെയ്യരുത്.